ഹേ ഗൈസ്, കഴിഞ്ഞ ദിവസം നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സിനെ പറ്റി ഒരു പോസിറ്റീവായിട്ടുള്ളൊരു വീഡിയോ ചെയ്തിരുന്നു. എന്താണെങ്കിലും ബാക്ക് ടു സോ കോൾഡ് നെഗറ്റിവിറ്റി. കാരണം അതിന് സമ്മതിക്കത്തില്ല. നമ്മൾ പോസിറ്റീവായിട്ട് കുറച്ച് നാളെന്ന് ചിന്തിക്കാൻ ഈ പറയുന്ന മാനേജ്മെൻറ്റ് സമ്മതിക്കില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ചൊന്നുമല്ല, ജനുവരി ട്രാൻസ്ഫർ വിൻഡോ, നമ്മൾ ഈ ഒരു ജനുവരി ട്രാൻസ്ഫർ വിൻഡോ ഒക്കെ തുറക്കുന്നതിന് 2 മാസം മുമ്പ് അതിൻ്റെ ചില കാര്യങ്ങൾ, അതായത് നമുക്ക് ജനുവരി കഴിഞ്ഞാൽ എത്ര മാച്ചസ് ഉണ്ട്, അപ്പം നമ്മൾ ജനുവരിയിൽ ഇപ്പോഴേ പ്രൊആക്റ്റീവായിട്ട് പ്ലേയേഴ്സിനെയൊക്കെ നോക്കി വർക്ക് ചെയ്താലേ എന്തെങ്കിലും നടക്കുള്ളൂ എന്നുള്ള തരത്തിലൊക്കെ വീഡിയോസ് ചെയ്തതാണ്. സോ എന്താണെങ്കിലും ജനുവരിയിലെ ആദ്യത്തെ ആഴ്ച കഴിയുന്നു ഇപ്പോൾ ഇന്ന് രാത്രിയോടുകൂടി. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ നമ്മളുടെ പ്രൊആക്റ്റീവായിട്ടുള്ള വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു മാനേജ്മെൻ്റ് ആണല്ലോ നമ്മളത്. അപ്പം അവരെന്താണ് ചെയ്തത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. എന്താണെങ്കിലും ഇൻകമിങ്സ് ഒന്നും തന്നെ വന്നിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഔട്ട് ഗോയിങ്സ് 3 സംഭവിച്ചിട്ടുണ്ട്. പ്രബീർ ദാസ് പോകുന്നു മുംബൈ സിറ്റി എഫ് സിയിലേക്ക് ലോൺ ഡീൽ, അതുപോലെ സൗരവ് പോകുന്നു ഗോകുലം കേരളയിലേക്ക്, അതുപോലെ രാഹുൽ KP ഒരു ട്രാൻസ്ഫറായിട്ട് ഒഡീഷ എഫ് സിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. എന്താണെങ്കിലും ക്ലബിനൊരു സ്റ്റേബിളായിട്ടുള്ളൊരു സ്ക്വാഡ് പോലും ഇല്ലാത്ത സാഹചര്യത്തിലും ടീമിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, ഒരു സസ്റ്റൈനബിലിറ്റി, അതായത് ടീമിന് എങ്ങനെ ലാഭത്തിലേക്കൊക്കെ വരാമെന്നുള്ള രീതിയിൽ ചിന്തിച്ച്, കാരണം ഔട്ട് ഗോയിങ്സിൻ്റെ കാര്യത്തിൽ ഭയങ്കര പ്രൊആക്റ്റീവാണ്. അതിൽ ഒരു ഇതുമില്ല, പൈസ കിട്ടുന്ന പരിപാടിയാണല്ലോ. പക്ഷെ അങ്ങോട്ട് കൊടുക്കുന്നത് എന്താ പറയുക, ഇല്ല സിനിമയ്ക്കകത്ത് പറയത്തില്ല, വല്ലാത്തൊരു ജീവൻ പോകുന്ന പോലത്തെ ഒരു ഫീലാണ് എന്നുള്ളൊരു ഇതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ജനുവരിയിൽ ഇനിയും സമയമുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, നമുക്ക് ഈ ജനുവരിയിൽ 5 മാച്ചസ് ആണ് ഉള്ളത്. ഈ ജനുവരി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആകെ 5 മാച്ചസ് ആണുള്ളത്. അത് ആ 5 മാച്ചിന് ശേഷം നമ്മൾ ഏതെങ്കിലും പ്ലേയേഴ്സിനെ, അതായത് ജനുവരിയുടെ അവസാന ഘട്ടത്തിൽ, സാധാരണ എങ്ങനെയാണല്ലോ ട്രാൻസ്ഫർ മാർക്കറ്റിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയാൽ നമുക്ക് പണം കൊടുത്ത് മാസ്റ്റർ ക്ലാസ് ഒക്കെ അടിച്ച് കൊണ്ടുവരാമെന്നുള്ളതാണല്ലോ പറയാറുള്ളത്. അപ്പം അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ക്ലബിന് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകാനായിട്ട് പോകുന്നില്ല എന്നുള്ളതാണ്. കാരണം അവസാനത്തെ 5 മാച്ചിന് വേണ്ടി എന്തിനാ ആ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും നല്ലത് വേറെ വല്ല പ്രോഡക്റ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. എന്താണെങ്കിലും നമുക്ക് റൈറ്റ് വിങ്ങിൽ ഭയങ്കര പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്നുള്ളത് പറഞ്ഞാണ്. ഇപ്പോൾ ആകപ്പാട് കോറു സിംഗ് എന്ന് പറയുന്ന പ്ലെയറിൽ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പം അവിടെ ഉണ്ടായിരുന്ന പേരിന് എങ്കിലും പറയാൻ പറ്റുന്ന താരങ്ങളായിരുന്നു സൗരവിനെയും അതുപോലെ രാഹുൽ KPയെയും പറഞ്ഞു വിടുന്നു. റൈറ്റ് ബാക്ക് മറ്റൊരു പ്രശ്നമുള്ള ഏരിയ ആയിരുന്നു. അവിടെ ഉണ്ടായിരുന്ന പ്രബീർ ദാസിനെയും കയറ്റി വിടുന്നു. അപ്പം ഇവരൊക്കെ ഇപ്പം നമ്മളൊക്കെ ഫാൻസ് പറയും ഇവരെ വിടണം, എന്നിട്ട് നമ്മൾ പ്ലെയറിനെ എടുക്കണം എന്നൊക്കെ ഉള്ളത് നമ്മളെപ്പോഴും പറയാറുള്ള കാര്യങ്ങളാണ്. സോ വിടണം എന്നുള്ള കാര്യം കേൾക്കുന്നുണ്ട്, ആ ബാക്കി എടുക്കണം എന്നുള്ള കാര്യം അതൊന്ന് ആലോചിക്കണം, കുറച്ച് സമയം എടുക്കും എന്നുള്ള ഒരു ലൈനിലാണ് ഇപ്പോഴും പോകുന്നത്. എന്താണെങ്കിലും 3 മാച്ചസ് ഇൻ്ററിംഗ് കോച്ചായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഇനി എന്താണെങ്കിലും ഒരു പുതിയ ഹെഡ് കോച്ച് വരുമെന്നുള്ള പ്രതീക്ഷയും വേണ്ട. അങ്ങനെയുള്ള ISL റൂൾ. ഇപ്പോൾ 4ാമത്തെ മാച്ചും കൂടി ഇൻ്ററിംഗ് കോച്ചായിട്ട് ഈ ഒരു പുരുഷോത്തമൻ തോമസ് തോഷ് ടീമാണെങ്കിൽ അവർ തന്നെ ആയിരിക്കും റെസ്റ്റ് ഓഫ് ദി സീസൺ. അപ്പം ടീമിനെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല കാര്യമാണത്, കാരണം അതൊരു ലാഭമല്ലേ ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ അത് നോക്കണ്ടേ, നമുക്ക് വിജയവും അല്ലെങ്കിൽ ട്രോഫിയിലൊക്കെ ഒബ്സസ്ഡ് ആകുന്നതിനേക്കാൾ അതല്ലേ പ്രധാനം. 100 കൊല്ലം ട്രോഫി ഇല്ലാതെ ക്ലബ്ബ് ഇവിടെ ഉണ്ടാകുക എന്നുള്ളതാണല്ലോ പ്രധാനം. സോ ഈ മെൻറ്റാലിറ്റി തുടർന്നുകൊണ്ടേയിരിക്കും. നമുക്കിപ്പം നെഗറ്റീവായിട്ട് പറയണ്ട, നമുക്ക് ഈ നെഗറ്റിവിറ്റിയെ പോസിറ്റീവായിട്ട് പറയാം. എന്താണ്, ടോക്സിക് പോസിറ്റിവിറ്റി ആയിട്ട് പറയാം. ദാറ്റ്സ് ഇറ്റ് കേസ്. അപ്പോൾ ഈ നേരം പുലർന്ന് നാളെയെങ്കിലും പുതിയ താരങ്ങളിലേക്ക് പേരുകൾ വരട്ടെ. പോകുന്ന കാര്യത്തിൽ പല പേരുകളൊക്കെ വരുന്നുണ്ട്. പിന്നെ വികാസ് ഷിംനാമും അല്ലെ അമ്മയുടെയൊക്കെ കാര്യം നമ്മൾ അടുത്ത സീസണിലേക്ക് വേണ്ടിയാണ് നോക്കുന്നത്, ഈ ജനുവരിയിലേക്ക് വേണ്ടിയല്ല എന്നുള്ളതും ഈ ഒരു വീഡിയോയിൽ ഒന്ന് പറഞ്ഞു വെക്കുകയാണ്. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉറപ്പായിട്ടും കമ്പോസ് ചെയ്താൽ മറ്റൊരു കാണിക്കാൻ സൈനിങ്.